ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. DELD ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ൽ ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ക്ലാസ്സിലോട്ട് കടക്കുന്നു. സോ ആദ്യം നോക്കുന്നത് അതിൻ്റെ പാറ്റേൺ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന രീതിയാണ്. എൻ്റെ ക്വസ്റ്റ്യനെ പാർട്ട് എ, പാർട്ട് ബി എന്ന് രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 8 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. ഓരോന്നിനും വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും വരുന്ന മാർക്ക്. അതായത് അതിനെ മൊഡ്യൂൾ 1-ൽ 2 ക്വസ്റ്റ്യൻ, ദെൻ മൊഡ്യൂൾ 2-ൽ 2 ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. അങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. ഓരോന്നിനും 3 മാർക്കാണ് കിട്ടുക. സോ ടോട്ടൽ മാർക്ക് വരുന്നത് 8 × 3 24 മാർക്കാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് എ നമുക്ക് എത്ര കിട്ടി? 24 മാർക്ക് കിട്ടി. അപ്പോൾ പാർട്ട് എ നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് ജയിക്കാനുള്ള മാർക്കുകളൊക്കെ അവിടെ നിന്ന് കിട്ടും. മാക്സിമം പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ശരിയാക്കുക. കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് എയിൽ ഉണ്ടാവുക. കുറച്ച് പണിയെടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് ബിയിലാണ്. കുറച്ച് വർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് അതായത് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ വരിക. അതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് 5+4 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ അനദർ ക്വസ്റ്റ്യൻ എന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ 6+3 എന്ന രീതിയിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 2 ക്വസ്റ്റ്യൻസിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ 4 മൊഡ്യൂളിൽ നിന്ന് ഓരോ ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 9 മാർക്കാണ് വരുന്നത്. സോ 4 × 9 36 മാർക്കാണ് പാർട്ട് ബിയിൽ വരുന്നത്. 36 മാർക്കാണ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് എയിൽ 24, പാർട്ട് ബിയിൽ 36 മാർക്ക് കിട്ടും. ടോട്ടൽ 60 മാർക്കിലാണ് നമ്മൾ ആ യൂണിവേഴ്സിറ്റി ആൻസർ ബുക്ക്ലെറ്റ് ഫില്ല് ചെയ്യേണ്ടത്. 30 പേജ് ഉണ്ടെങ്കിൽ 30 പേജും തുടക്കം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അങ്ങനെ 30 പേജ് സ്റ്റെപ്പൊക്കെ എഴുതി ഭംഗിയായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് പാസ്സാവും. നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സിലബസ് നോക്കാം. ഇതാണ് മൊഡ്യൂൾ 1-ൻ്റെ നമുക്ക് പഠിക്കാനുള്ള സിലബസ് നോക്കുകയാണെങ്കിൽ ഇതിലെ നമുക്ക് ജനറലായിട്ട് നോക്കുമ്പോൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റം, സെക്കൻഡ് വൺ വെരിലോഗ്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് പഠിക്കാനുള്ളത്, അവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നോക്കാം. എല്ലാ മൊഡ്യൂളിലെയും ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ വെരിലോഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെരിലോഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെരിലോഗ് എല്ലാ മൊഡ്യൂളിൻ്റെയും ഒരു ചെറിയ കഷ്ണം എന്ന രീതിയിൽ വെരിലോഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെരിലോഗും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒരു ടോപ്പിക്കും വിടാത്ത രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെ വരും നോക്കാം. സോ എൻ്റയർ മൊഡ്യൂൾ 1-നെ നമുക്ക് 6 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 6 കാറ്റഗറി. ഈ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ ആണ്. എല്ലാവരും നമ്പർ സിസ്റ്റം വെച്ചാണ് തുടങ്ങുക. തുടക്കം തന്നെ അവിടെ ഒരു സൈഡിൽ ഒരു വാക്കുണ്ട്, ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ ആണ്. അതൊരു 3 മാർക്ക് എന്ന രീതിയിലൊക്കെ ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ ചോദിക്കാം. കുറച്ച് കാര്യങ്ങൾ പഴയ സിലബസിൽ നിന്നും പുതിയതിലോട്ട് കുറച്ചധികം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പക്ഷേ അതിനുള്ളിലോട്ട് മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് അതിൽ വരുന്നത്. അപ്പം വൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുകയും അത് എക്സാമിന് എഴുതി വെക്കാനും സാധിക്കുന്നതാണ്. സോ ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു 3 മാർക്ക് എന്ന രീതിയിൽ ചോദിക്കാം. അടുത്ത് വരുന്നതാണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ
എന്തായാലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ. ഈ സബ്ജക്റ്റ് പാസ്സാവണമെങ്കിൽ ഒന്നാമത് പഠിക്കേണ്ടത് നമ്പർ സിസ്റ്റം കൺവേർഷൻ ആണ്. ഓക്കെ, ഒരു ബൈനറി വാല്യൂ തന്നിട്ട് അതിനെ ഹെക്സ്, ഒക്ടൽ ആ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു വാല്യൂ തന്നിട്ട് മറ്റൊരു കൺവേർഷൻ എന്ന രീതിയിൽ നമ്പർ സിസ്റ്റം കൺവേർഷൻ നിർബന്ധമായിട്ടും എക്സാമിന് പഠിക്കുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാലും അതുപോലെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനിലും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ. അത് പഠിക്കാതെ പോവരുത്. അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് കാണുക. സോ നമ്പർ സിസ്റ്റം കൺവേർഷനിൽ ബൈനറി, ഹെക്സാഡെസിമൽ, ഗ്രൂപ്പിംഗ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബേസ് കൺവേർഷൻ. ഈ ബേസ് കൺവേർഷൻ ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുക. ഓക്കെ, ബൈനറി, ഒക്ടൽ, ഹെക്സ് എക്സെട്ര. ദെൻ ബൈനറി അരിതമെറ്റിക്, ദാറ്റ് ഈസ് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇത്രയും നമുക്ക് നമ്പർ സിസ്റ്റം കൺവേർഷനുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അതുപോലെ അൺസൈൻഡ് ആൻഡ് സൈൻഡ് നമ്പേഴ്സ്, ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം. അതായത് ഇതും ഒരു തിയറി ആയിട്ടും എക്സാമിന് ചോദിക്കാം. തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും എക്സാമിന് ചോദിക്കാവുന്നതാണ്. കൂടുതൽ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക വർക്കൗട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് കൂടി വിത്ത് എക്സാമ്പിൾസ് എന്ന രീതിയിൽ ചോദിക്കാം. കമ്പയർ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം വിത്ത് എക്സാമ്പിൾ എന്ന രീതിയിലും എക്സാമിന് ചോദിക്കാവുന്നതാണ്. ദെൻ അപ്പൊ ഇത് മസ്റ്റ് ടൈം പഠിച്ചു പോണേ. നമ്പർ സിസ്റ്റം കൺവേർഷൻ തുടക്കം തന്നെ പഠിക്കുക, നമ്പർ സിസ്റ്റം കൺവേർഷൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ഏരിയ ആണ് ബേസിക് ലോജിക് ഗേറ്റ്സ്. അവിടെ നിന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കില്ല. ചോദിക്കുന്നത് എക്സോർ ഇംപ്ലിമെന്റ് ചെയ്യുക ബൈ യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന രീതിയിലാണ് എക്സാമിന് ചോദിക്കുക. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ഓഫ് ലോജിക് സർക്യൂട്ട്. ബഫർ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ബഫർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതൊരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, 3 മാർക്ക്. അതുപോലെ ഈ ലോജിക് ഗേറ്റ്സ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ് പഠിക്കാണ്ട്. ആൻഡ്, ഓർ, നോട്ട്, എക്സോർ, എക്സ്നോർ, നോർ എക്സെട്ര. അതിൽ യൂണിവേഴ്സൽ ഗേറ്റ് ചിലപ്പോൾ ചോദിക്കാം. കുറച്ചുകൂടി ടഫ് എന്ന രീതിയിൽ നമുക്ക് നോക്കുക. കാരണം എങ്കിലാണ് എളുപ്പം എക്സാമിനായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ചോദിക്കുന്നത് എക്സോർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക യൂസിങ് നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ് എന്ന രീതിയിലായിരിക്കും എക്സാമിന് ചോദിക്കുക. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി പോവുക. ഈ ഏരിയന്ന് ആ രീതിയിലാണ് എക്സാമിന് ചോദിക്കുക. ദെൻ ഇതെല്ലാം പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷൻ വളരെ എളുപ്പമാണ്. ലോജിക് ലെവൽസ്, എന്താണ് ഹൈ ലെവൽ, എന്താണ് ലോ ലെവൽ എക്സെട്ര. DC സ്പെസിഫിക്കേഷൻ, നോയ്സ് മാർജിൻ ആൻഡ് പവർ സപ്ലൈ. ഇത് ചോദിക്കൂട്ടോ. നോയ്സ് മാർജിൻ. ഡിഫൈൻ നോയ്സ് മാർജിൻ ആൻഡ് ഗിവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയ്സ് മാർജിൻ. ഈ നോയ്സ് മാർജിൻ എന്ന് പറയുന്ന വാക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണ് നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 മാർക്കിന് അത് സ്ഥിരമായി പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോയ്സ് മാർജിൻ എന്ന രീതിയിൽ. ദെൻ ഡ്രൈവിംഗ് ഓഫ് ലോഡ്സ്, അതും പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കാണ്. അത് ബൈ യൂസിങ് ഗേറ്റ്, ബൈ യൂസിങ് റെസിസ്റ്റീവ് ലോഡ് ആൻഡ് ബൈ യൂസിങ് LED. ഈ കാണുമ്പോൾ നമ്മൾക്കിത് പേടി പോലെ തോന്നും, ദൈവം ഇതൊക്കെ എന്താന്നുള്ളത്. പക്ഷെ അതൊന്ന് നമ്മൾ കേട്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതും നമുക്ക് ഓരോ ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതും വ്യക്തമായി പഠിക്കുക. ഗേറ്റ് വഴി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ദെൻ റെസിസ്റ്റീവ് ലോഡ് ആൻഡ് LED ലോഡ്. ദെൻ ഇത്രയുമാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വേറിട്ട് നിൽക്കുന്നത് വെരിലോഗിൻ്റെ കാര്യങ്ങളാണ്. വെരിലോഗിൻ്റെ ബേസിക്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ HDL അബ്സ്ട്രാക്ഷൻ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, HDL അബ്സ്ട്രാക്ഷൻ. കാരണം ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇവിടെ HDL അബ്സ്ട്രാക്ഷൻ ഉണ്ട്. HDL അബ്സ്ട്രാക്ഷൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു എസ്സേ ടൈപ്പ് എന്ന രീതിയിലും ചോദിക്കാം, അതുപോലെ നമ്മുടെ ഒരു 3 മാർക്ക് എന്ന രീതിയിലും ചോദിക്കാം കേട്ടോ. ഈ സാധനം പഠിച്ചോണേ, HDL അബ്സ്ട്രാക്ഷൻ. ദെൻ മോഡേൺ ഡിജിറ്റൽ ഡിസൈൻ ഫ്ലോ, വെരിലോഗ് കൺസ്ട്രക്ട്സ്. അതിൽ ഡാറ്റ ടൈപ്പ്, മൊഡ്യൂള്, ഓപ്പറേറ്റേഴ്സ്. ഇതിൽ ഈ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ടൈപ്സ്, മൊഡ്യൂള്, അതുപോലെ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് വെരിലോഗിൻ്റെ ബേസിക് പാർട്ടുകളാണ് വരുന്നത്. ഇതിൽ തന്നെ
ചിലപ്പോൾ ചോദിക്കാം ഒരു നോട്ട് ഗേറ്റിന്റെ വെരിലോഗ് കോഡ് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞിരിക്കുന്ന ഗേറ്റിന്റെ വെരിലോഗ് കോഡ് എഴുതാനായിട്ട് ഇവിടുന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചോദ്യം വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താണ്? നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന കാര്യം 110% ഉറപ്പാണ്. അതുപോലെ വെരിലോഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കി അതിന്റെ ഡെപ്തിലോട്ട് നോക്കി പഠിക്കുക. ഒരു ഐഡിയ കിട്ടി എന്നാണ് വിചാരിക്കുന്നത്. ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന നമ്പർ സിസ്റ്റം പഠിക്കണം, വെരിലോഗ് പഠിക്കണം, ബാക്കിയുള്ളത് തിയറിയും പ്രോബ്ലം ആയിട്ട് പല രീതിയിൽ ചോദിക്കാം. ഇതൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്തത്. ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അതുപോലെ ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷൻ പുതിയത്, ഡ്രൈവിംഗ് ലോഗ്, വെരിലോഗ് നേരത്തെ ഇതിൽ ഉണ്ടായിരുന്നില്ല. വെരിലോഗും കൂടി നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറയുന്ന CS സബ്ജക്റ്റിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഫോക്കസ് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം തിയറി ആയിട്ട് ചോദിക്കും. ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷനും അതുപോലെ ഡ്രൈവിംഗ് ലോഡും. ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ നോയ്സ് മാർജിൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. NMH എന്താണ്, NML എന്താണ് എന്നുള്ള വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ സിലബസിനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിലബസിൽ എങ്ങനെയാണ് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നോക്കാം. എക്സ്പെക്റ്റഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതിൽ 3 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ കാണാം. ആ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ സ്ഥിരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 456.78 base 10 into binary, octal and hexadecimal conversion. ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂവിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതുപോലെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കിട്ടുമ്പോൾ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം കൺവേർഷൻ ആയിരിക്കും. ഗ്യാരണ്ടിയാണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ. അപ്പൊ അത് ഒന്ന് എഴുതി പഠിച്ചോളുക. കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ കൺവേർഷൻസും ഒന്ന് ചെയ്ത് പഠിക്കുക. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അൺസൈൻഡ് ആൻഡ് സൈൻഡ് നമ്പേഴ്സ് വിത്ത് എക്സാമ്പിൾസ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് തിയറം. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതെ പോരുത്. ഡി മോർഗൻസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുക, അതുപോലെ ഡി മോർഗൻസ് ലോ പ്രൂവ് ചെയ്യുക. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിഫൈൻ ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ. പുതിയ ടോപ്പിക്കാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം തുടക്കം തന്നെ കിടക്കുന്നത് എന്താണ്, ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുമ്പിൽ ഡിസ്കസോ അല്ലെങ്കിൽ ഡിഫൈനോ എക്സ്പ്ലെയിനോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. സ്റ്റേറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം. ഫിക്സഡ് പോയിന്റും ഫ്ലോട്ടിംഗ് പോയിന്റും അതുപോലെ സൈൻഡും അൺസൈൻഡ് നമ്പേഴ്സിന്റെയും എക്സാമ്പിൾസും ഒന്ന് നോക്കി വെക്കുക. അതിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് നോയ്സ് മാർജിൻ ഇൻ ഡിജിറ്റൽ സർക്യൂട്ട് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 2025 ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നോയ്സ് മാർജിൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നോയ്സ് മാർജിൻ. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2 ഇക്വേഷൻസ് വരുന്നുണ്ട് നോയ്സ് മാർജിന്. ഒന്നിനെ പ്രോബ്ലം ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അത് തിയറി ആയിട്ട് എക്സാമിന് ചോദിക്കും. ദെൻ വാട്ട് ഈസ് എ ബഫർ? സ്റ്റേറ്റ്സ് ഇറ്റ്സ് യൂസ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്. എന്താണ് ബഫർ? അതെന്താണ്, എന്തിനു വേണ്ടിയാണ് ഡിജിറ്റൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്? അതൊരു 50-50% ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിലൊന്ന് ഓടിച്ച് നോക്കുക. ഡിഫൈൻ ലോജിക് ഹൈ ആൻഡ് ലോജിക് ലോ വിത്ത് ആൻ എക്സാമ്പിൾ വോൾട്ടേജ് ലെവൽ. 4 രീതിയിലുള്ള വോൾട്ടേജ് ലെവൽസ് ഉണ്ട്. ആ വോൾട്ടേജ് ലെവൽസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. The 2's complement representation of binary number.
10101100. ഒരു നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആ രീതിയിലും ചോദിക്കുക കേട്ടോ. വൺസ് കോംപ്ലിമെന്റ് ഫോം എഴുതുക, ഒരു ബൈനറി വാല്യൂ തന്നിട്ട് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം എഴുതുക, അതുപോലെ ടൂസ് കോംപ്ലിമെന്റ് ഫോം എഴുതാൻ ചോദിക്കും. അങ്ങനെ വന്നാൽ അത് എന്തായാലും അറ്റൻഡ് ചെയ്യുക, കാരണം അത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ദെൻ ഡിസൈൻ എ സർക്യൂട്ട് യൂസിങ് നാൻഡ് ഗേറ്റ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് XOR ഫംഗ്ഷൻ. നാൻഡും നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗേറ്റ് വെച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് മീൻസ് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, XOR ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഗേറ്റുകളും നാൻഡും നോറും വെച്ചും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അത് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഇത് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് DC സ്പെസിഫിക്കേഷൻ ആൻഡ് ഗിവ് 1 എക്സാമ്പിൾ ഈച്ച്. ആ രീതിയിലും, കാരണം പുതിയ ടോപ്പിക്കെല്ലാം കുറച്ച് തിയറി ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് പുതിയ ടോപ്പിക്കിലൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 3 മാർക്കിൻ്റെ ഫസ്റ്റ് ലെവൽ. നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് 2025 ക്വസ്റ്റ്യൻ മീൻസ് വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടാവുന്ന കാര്യം 100% ഉറപ്പാണ്. അടുത്ത്, വാട്ട് ഈസ് ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട്? ഗിവ് ആൻ എക്സാമ്പിൾ. ലിസ്റ്റ് എനി 3 ബേസിക് വെരിലോഗ് ഡാറ്റ ടൈപ്സ് വിത്ത് എക്സാമ്പിൾ. സിലബസിലെ വെരിലോഗിന്റെ ഡാറ്റ ടൈപ്പ് ഒക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ തന്നെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ വെരിലോഗ് കോഡ് ഫോർ നോട്ട് ഗേറ്റ്. കുറേ ഗേറ്റുകളിൽ ഏതെങ്കിലും ഒരു ഗേറ്റിന്റെ വെരിലോഗ് കോഡ് എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ വെരിലോഗ് ഓപ്പറേറ്റേഴ്സ്? ഗിവ് 2 എക്സാമ്പിൾസ്. ഇതും നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. വെരിലോഗ് ഓപ്പറേറ്റേഴ്സ്. ദെൻ അസ്യൂം ദാറ്റ് വി ആർ യൂസിങ് 32-bit ഫോർമാറ്റ് വിച്ച് റിസർവ്സ് 1 bit for sign, 15 bit for integer part and 16 bit for fractional part of floating point number system. Then how -43.625 can be represented in fixed point representation? ഫിക്സഡ് പോയിന്റ് നമ്പർ സിസ്റ്റത്തിന്റെയും നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റത്തെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലാണ് എക്സാമിന് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ വീഡിയോയിൽ സോൾവ് ചെയ്തതാണ്. അതിലോട്ട് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ദെൻ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രൂവ് ദാറ്റ് A+B × A+C = A+BC. അത് നമുക്ക് മൊഡ്യൂൾ 1ഉം 2ഉം കണക്ട് ചെയ്ത് ബൂളിയൻ ആൾജിബ്രയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡി മോർഗൻസ് ലോ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും നമുക്ക്, അതായത് എക്സാം ടഫാവും എന്ന രീതിയിൽ പോവുക. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും എക്സാം. അങ്ങ് ടഫ് ആവുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ രീതിയിൽ ചോദിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ഡി മോർഗൻസ് തിയറം, റെഡ്യൂസ് ദ എക്സ്പ്രഷൻ ദിസ് വാല്യൂ യൂസിങ് ഡി മോർഗൻസ് തിയറം. ഈ രീതിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഡി മോർഗൻസ് ലോ എന്തായാലും പഠിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ഡി മോർഗൻസ് ലോ. എന്തായാലും അത് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. റൈറ്റ് എ സിമ്പിൾ വെരിലോഗ് മൊഡ്യൂൾ ഫോർ 2 ഇൻപുട്ട് XOR ഗേറ്റ് യൂസിങ് ഡാറ്റ ഫ്ലോ മോഡലിംഗ്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം, ഗേറ്റ് ലെവൽ മോഡലിംഗ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് HDL അബ്സ്ട്രാക്ഷൻ ഇൻ ഡിജിറ്റൽ ഡിസൈൻ? ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. 2025 ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷനിൽ നമുക്ക് നോക്കാവുന്നതാണ്. HDL അബ്സ്ട്രാക്ഷൻ ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്. അതുപോലെ ഈ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഈ ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെന്തായാലും നോക്കണം കേട്ടോ, കാരണം അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോയ്സ് മാർജിൻ എന്താണ്, HDL അബ്സ്ട്രാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വാല്യൂ തന്നിട്ട് നോയ്സ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കും. എന്താണ്? ഡിഫൈൻ ദ ടേംസ് VOH, VOL സഫിക്സ് ആണ് കേട്ടോ, VOH, VOL, ദെൻ VIH, അതുപോലെ VIL.
Given the following DC specification for logic family, VOH equal to 4.9 volt, VOL equal to 0.1 volt, VIH equal to 3.5 voltage, VIL is equal to 1.5 voltage. Calculate the high level noise margin, NMH, ഒന്നാമത്തേത്, and low level noise margin, NML, രണ്ടാമത്തെ വാല്യൂ. ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് പഠിച്ചിട്ട് പോവുക, അത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു തുടക്കമുള്ള മൊഡ്യൂൾ 1-ല് 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അത്രയും അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പഠിക്കുന്നതാണ്. ഡി മോർഗൻസ് ലോ മസ്റ്റായും പഠിക്കണം, HDL അബ്സ്ട്രാക്ഷൻ പഠിക്കണം, നോയിസ് മാർജിൻ പഠിക്കണം. ഇതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്പർ സിസ്റ്റം കൺവേർഷൻ തിയറി പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഓർമ്മ വന്നത്. നമ്പർ സിസ്റ്റം കൺവേർഷനും പഠിക്കുക. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, നോയിസ് മാർജിൻ, അതുപോലെ HDL അബ്സ്ട്രാക്ഷൻ, ദെൻ നമ്പർ സിസ്റ്റം കൺവേർഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഡി മോർഗൻസ് ലോ ഒക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 9 പാർട്ട് ബിയിലെ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് എങ്ങനെ ചോദിക്കുക? 6+3 അല്ലെങ്കിൽ 5+4 എന്ന രീതിയിലാണ് ചോദിക്കുക, അല്ലെങ്കിൽ 3+3 എന്ന രീതിയിലും ABC 3 കാറ്റഗറിയില്ലേ, ആ രീതിയിലും എക്സാമിന് ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പേടിക്കണ്ട, എന്നാലും സമാധാനത്തോടെ ഡീൽ ചെയ്യുക. നിങ്ങൾ പാസ്സാവാനുള്ള കാര്യങ്ങൾ എന്തായാലും എക്സാം പേപ്പറിൽ ഉണ്ടാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡു ദ ഫോളോവിങ് ബേസ് കൺവേർഷൻസ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? 96DE ബേസ് 16 ഇൻറ്റു ഒക്ടൽ. ഹെക്സാഡെസിമലിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 101101 1000 ബേസ് 2നെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഒരു ബൈനറി വാല്യൂ തന്നിട്ടുണ്ട്, അതിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ ചോദിക്കാനുണ്ട്. അത് 3 മാർക്കിനും ചോദിക്കാം, അതുപോലെ 6 മാർക്കിനും എന്ന രീതിയിൽ ചോദിക്കാം. പക്ഷേ കൺവേർഷൻ ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അത് നിർബന്ധമായിട്ടും പഠിച്ചോളാം. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ സൊല്യൂഷനും എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആപ്പിൽ നമ്മൾ എല്ലാ ക്ലാസ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ സ്റ്റെപ്പുകളും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച്, സമയപരിമിതി മൂലം ഒന്ന് ഓടിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. സോ തന്നിരിക്കുന്നത് ഹെക്സാഡെസിമൽ വാല്യൂവിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? ഒക്ടൽ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ടുള്ള കൺവേർഷൻ 0 മുതൽ 9 വരെയാണ് വാല്യൂ വരുന്നത്. 9നെ 1001 വരെ. ദെൻ A മുതൽ F വരെയാണ് വരുന്നത്, A to F അപ് ടു 1111 വരെ. ഓക്കെ, A എന്ന് പറയുന്നത് 1010, B 1011, C 1100, D 1101, E 1110, F എന്ന് പറയുന്നത് 1111. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഹെക്സ് വാല്യൂവിനെ ബൈനറിയിലോട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചു. സ്റ്റെപ്പ് 1, കൺവേർട്ട് ഹെക്സാഡെസിമൽ ഇൻറ്റു ബൈനറി. ഓക്കെ, അപ്പം ആദ്യം ചെയ്യുന്നത് എന്താണ്? ഹെക്സ് വാല്യൂവിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെക്സ് വാല്യൂവിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെക്സിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വാല്യൂസ് ഏതാണ്? 96DE ആണ്. അപ്പം 9ന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? ബൈനറി വാല്യൂ 1001 ആണ്. 6നെ 0110 എന്ന് എഴുതാം. D എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഡിയുടെ വാല്യൂ എന്താണ്? 1101 ആണ്. 1101. ഇയുടെ വാല്യൂ 1110. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതി. ഇനി നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് എടുത്തെഴുതുകയാണ്. 9ന് കറസ്പോണ്ടിങ് ഏതാണ്? 96DE എഴുതിയല്ലോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് എന്തെഴുതി? ബൈനറി എഴുതി.
സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബൈനറി ഡിജിറ്റ് ഇൻ ടു സെറ്റ് ഓഫ് 3. 3 ഗ്രൂപ്പുകളായിട്ട് 3 ബിറ്റുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യുക ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 3 എണ്ണമായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 3 എണ്ണം എന്ന് പറയുമ്പോൾ എന്താണ്? 1 2 3. 3 എണ്ണം 1 2 3 1 2 3 1 2 3 1 2 3. അവസാനം നമുക്ക് ഒരു 1 മാത്രമാണ് അവിടെയുള്ളത്. 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പുകളാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ 2 സീറോയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ ബൈനറിയിലോട്ട് എഴുതി അതിനെ 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 0 1 0 0 1 0 1 1 0 1 1 0 1 1 1 1 0 എന്ന് കിട്ടും. അതിനെ കറസ്പോണ്ടിങ് നമ്മൾ ഡെസിമൽ വാല്യൂവിൽ എഴുതുക. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇവിടെ 0 0 1ൻ്റെ വാല്യൂ എന്താണ്? ഇത് 1 ആണ്. 0 0 1 എന്ന് പറയുന്നത് 1 ആണ്. 0 1 1 എന്ന് പറയുന്നത് 3 ആണ്. 0 1 1 3 ആണ്. 0 1 1 3 ആണ്. 1 1 0 എന്ന് പറയുന്നത് 6 ആണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 1 1 3 3 6 ആയിരിക്കും ഒന്നാമത്തതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഹെക്സിനെ ബൈനറിനെയാണ് ഒക്ടലിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഒരു ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട രീതി എന്താണ്? തന്നിരിക്കുന്ന ഹെക്സിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ബൈനറിയിൽ നിന്ന് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ആ മാർക്ക് പോയില്ലോ. ഹെക്സാ വാല്യൂ തന്നു, അതിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഹെക്സിനെ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു, 4 എണ്ണത്തിൻ്റെ വാല്യൂസ് ആയിട്ട് എഴുതി. പിന്നെ 3 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഗ്രൂപ്പ് ചെയ്യുക. ആ വാല്യൂ കിട്ടി അതിനെ ഡെസിമൽ വാല്യൂ ആയിട്ട് എഴുതുക, ഒക്ടൽ വാല്യൂസ് ആയിട്ട് എഴുതുക. 1 1 3 3 6 ആയിരിക്കും അതിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ബൈനറി വാല്യൂ തന്നിട്ടുണ്ട്, അതിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് കൺവേർഷൻ എന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്? ഗ്രൂപ്പ് ദ ബൈനറി ഡിജിറ്റ് ഇൻ ദ സെറ്റ്സ് ഓഫ് 3 ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ആ തന്നിരിക്കുന്ന ബൈനറി വാല്യൂ നമ്മൾ അതുപോലെ ആൻസറിൽ എഴുതി. അവിടെ നിന്ന് 3 എണ്ണത്തിൻ്റെ വീതം ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക. 1 2 3 1 2 3 1 2 3. എഗെയിൻ ഒരു 1 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് 3 എണ്ണമാക്കണം ആക്കേണ്ടത്. അതുകൊണ്ട് 2 സീറോ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസ് നോക്കുക. എന്താണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്? കൺവേർട്ട് ഈച്ച് ഗ്രൂപ്പ് ഇൻ ടു ഒക്ടൽ ഡിജിറ്റ്. 0 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 0 1 1 എന്ന് പറയുന്നത് 3 ആണ്. 0 1 1 എന്ന് പറയുന്നത് 3 ആണ്. 0 മീൻസ് 0. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1330 ബേസ് 8 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തേൻ്റെയും കിട്ടി. ബൈനറി വാല്യൂനെ ഒക്ടലിലോട്ട് ആക്കുന്നത് എങ്ങനെയാണ്? ബൈനറി അതുപോലെ എഴുതി ഈ ലെഫ്റ്റിൽ നിന്ന് 3 എണ്ണത്തിൻ്റെ, ഒക്ടൽ എന്ന് പറയുമ്പോൾ 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റി. എന്നിട്ട് അവസാനം 3 എണ്ണം ആവുന്നില്ലെങ്കിൽ സീറോസ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. ഒക്ടലും ഹെക്സാഡെസിമലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് കൺവേർഷൻസ്. ഓക്കെ, ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രീതി എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ചോദിക്കുള്ളൂ. കാരണം അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ എന്തായാലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ എന്തായാലും ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്റ്റെയിൻ ദ ഫോളോവിങ് ഹെക്സാഡെസിമൽ ഇക്വാലന്റ് ഓഫ് ഒക്ടൽ നമ്പർ 745, decimal equivalent of hexadecimal number F52.2b, binary equivalent of decimal number 75.925. അപ്പോൾ ആദ്യത്തേത് ഹെക്സാഡെസിമൽ ഇക്വാലന്റ് ഓഫ് ഒക്ടൽ നമ്പർ 745. ഓക്കെ, സോ നമ്മൾ ഇതിനെ ചെയ്യുന്നത് എന്താണ്? ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ് ആദ്യം ചെയ്യുന്നത്. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ, അതിനെയാണ് ഹെക്സിലോട്ട് മാറ്റുന്നത്.
ഒക്ടലിനെ ബൈനറിയിലോട്ട് ആക്കാന്ന് പറയുമ്പോൾ എന്താണ് 745 ആണ് നമ്മുടെ വാല്യൂ. 745. 7 നമുക്ക് എങ്ങനെ എഴുതാം? 111 എന്ന് എഴുതാം. 4നെ 100 എന്ന് എഴുതാം. 5നെ 101 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ അതുപോലെ എഴുതി 7ന്റെ വാല്യൂ എഴുതി, 4ന്റെ വാല്യൂ എഴുതി, അതുപോലെ 5ന്റെ വാല്യൂ എഴുതി. ഓക്കെ, ഇതാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ ഗ്രൂപ്പ്. അതിനെ നമുക്ക് 4 ഗ്രൂപ്പ് ആക്കിയാണ് ചെയ്യേണ്ടത്. ബൈനറിനെ നമ്മൾ ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പം എന്താണ്? 1 2 3 4 4 എണ്ണം. ഓക്കെ, 1 2 3 4. അടുത്ത് ഇവിടെ ഒന്നുള്ളൂ, നമുക്ക് 3 സീറോസ് ആഡ് ചെയ്യണം. 4 ഗ്രൂപ്പ് ആക്കുകയാണ് വേണ്ടത്. സോ ഈ 1നെ നമുക്ക് 0 0 0 1നെ 1 എഴുതാം. 1 1 1 0 1 1 1 0ന്റെ വാല്യൂ എത്രയാണ്? 14 ആണ്. 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ 10 11 12 13 14. 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? 14 നമ്മൾ ഇ എന്ന് എഴുതാം. ദെൻ 0 1 0 1 0 1 0 1ന്റെ വാല്യൂ 5 ആണ്. ഓക്കെ, സോ ഇതിന് ആൻസർ എന്ന് പറയുന്നത് 1E5 ആണ്. 1E5. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെക്സാഡെസിമൽ ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്, അതിനെ ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒക്ടൽ വാല്യൂവിനെ ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ബൈനറിനെ ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഒക്ടലിനെ ബൈനറിയിലോട്ട് ആക്കാൻ എന്താ ചെയ്യുക? 3 എണ്ണത്തിന്റെ വാല്യൂസ് ആയിട്ട് എഴുതുക. 745നെ 3 എണ്ണത്തിന്റെ വാല്യൂസ് ആയിട്ട് എഴുതി. ബൈനറിനെ ഹെക്സിലോട്ട് ആക്കാൻ വേണ്ടി ഇവിടുന്ന് 4 എണ്ണത്തിന്റെ ഗ്രൂപ്പ് ആയിട്ട് എഴുതുക, അതിനെ ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഈ വാല്യൂസ് 9 എബോവ് വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ABCD ഹെക്സ് വാല്യൂ കൊടുക്കുക. സോ ഇതിന്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1E5 ആയിരിക്കും ഒന്നാമത്തെ ആൻസർ. ഈ രീതിയിൽ വേണം എക്സാമിന് എഴുതാൻ വേണ്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ F52.2b. ഓക്കെ, ഒരു ഡെസിമൽ വാല്യൂ ഹെക്സാഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? ഡെസിമൽ വാല്യൂലോട്ട് മാറ്റണം. അതാണ് ചോദ്യം. ഹെക്സാഡെസിമലിനെ ഡെസിമലിലോട്ടുള്ള കൺവേർഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F52.2b. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇൻഡിജർ പാർട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട് F52നെ നമുക്ക് എങ്ങനെ എഴുതാം? എഫിന്റെ വാല്യൂ എന്താണ്? 15 ആണ്. തന്നിരിക്കുന്ന ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ഹെക്സാഡെസിമൽ വാല്യൂ എഫ് എന്ന് പറയുന്നത് 15 ആണ്, ബി എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ നമ്പർ സിസ്റ്റത്തിന്റെ ടേബിൾ ഒന്ന് സൈഡിൽ വരച്ച് വെക്കുക. ആൻസർ ഷീറ്റ് കിട്ടിയിട്ട് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ തന്നെ വരച്ച് വെക്കരുത്. ഇപ്പോൾ കോപ്പി അടിച്ചെന്ന് പറയും. ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സൈഡിലൊന്ന് നമ്പർ സിസ്റ്റം ഒന്നും തെറ്റാതെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇൻഡിജർ പാർട്ടിൽ നമുക്ക് എങ്ങനെ ചെയ്യും? 2 into 16 raised to 0, 5 into 16 raised to 1 plus 15 into 16 square. അപ്പോൾ നമുക്ക് ഇതിൽ 1 തന്നെ വരും. ബാക്കി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3922 എന്ന് കിട്ടും. ഓക്കെ, 3922. 3922 ആയിരിക്കും ഇൻഡിജർ പാർട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ പാർട്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ. ഇവിടെ നമുക്ക് 60 raised to 0, 60 raised to 1, 60 raised to 2. ഇത് 16 raised to -1, 16 raised to -2. സോ ഇൻ ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്? 0.2b ആണ്. ബിയുടെ വാല്യൂ നമുക്കറിയാം 11 ആണ്. 2 into 16 raised to -1 plus 11 into 16 raised to -2. നമുക്ക് 2 divided by 16 എഴുതാം. 11 divided by 256 എന്ന് എഴുതാവുന്നതാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത്രയായിരിക്കും. 2-3 വാല്യൂസ് എഴുതിയാൽ ഫുൾ എഴുതില്ലെങ്കിലും 1679 ഒരു 4 വാല്യൂസ് നമുക്ക് എഴുതാവുന്നതാണ്. സോ നമുക്കിത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ പാർട്ടിൻ്റെ എഴുതുക, അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ എഴുതുക.
3922.1679 ബേസ് 10 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഹെക്സാഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിനെ ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 75.925. ഓക്കെ, ബൈനറി ഇക്വലന്റ് ഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പ്രോസസ്സാണ്. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക, അതുപോലെ അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുക, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 75 ആണ് പാർട്ട് എന്ന് പറയുന്നത്, ഇൻറ്റിജർ പാർട്ടാണ്, ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 75നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അതിൻ്റെ വാല്യൂ 1001011 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നമ്മൾ എല്ലാം പ്രോബ്ലംസ് അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ആ ഐഡിയ മാത്രം പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോട്ടം ടു ടോപ്പ് വായിക്കുക. സോ അതിൻ്റെ വാല്യൂ, ഇൻറ്റിജർ പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1001011 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനി ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുക. 0.925 ഇൻറ്റു 2, അതിൻ്റെ റിസൾട്ട് നോക്കുക 1.85. ആ 0.85 എടുക്കുക, അതിനെ വീണ്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് 1 ആണ്. 1.7 ഇൻറ്റു 2 1.4, അതിൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്കതുപോലെ ചെയ്ത് 0 വരെ എത്തിക്കാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ടോപ്പ് ടു ബോട്ടം ആണ് എഴുതേണ്ടത്. സോ ദ വാല്യൂ വിൽ ബി 1110110 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അത് കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതുക. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എത്ര കിട്ടും? ഇതായിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1001011 പോയിന്റ് ആ വാല്യൂ എഴുതുക. അപ്പോൾ അവസാനം ഇങ്ങനെ എടുത്ത് എഴുതിയാൽ നല്ലതാണ്. മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കിട്ടിയ റിസൾട്ടേ ഒരു ബോക്സിലായിട്ട് എഴുതുക. അപ്പോൾ നോക്കുന്ന ആൾക്ക് കറക്റ്റ് ആവും. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏതാണ്, ആൻസർ ഏതാന്നുള്ളത് ഒരു ഇത് വരും. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുമ്പോൾ 11A ആണെങ്കിൽ 11 എഴുതി ഒന്ന് ലെഫ്റ്റ് സൈഡിൽ സർക്കിൾ ചെയ്യുക. കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ 11B വരുമ്പോൾ 11B എഴുതി ഒരു സർക്കിൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ സർക്കിൾ ചെയ്ത് എഴുതുമ്പോൾ എന്താ അഡ്വാൻറ്റേജ്? ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഒന്ന് അണ്ടർലൈൻ ചെയ്താലും നല്ലതാണ്. കിട്ടിയ ആൻസറൊക്കെ ഒരു ബോക്സിലായി കൊടുത്തു കഴിഞ്ഞാൽ കാണാനും രസമുണ്ടാവും. മാർക്കൊക്കെ ഒരു മാർക്ക് പോലും പോവാതെ കിട്ടും. ഓക്കെ, അറിയുന്ന ഫുള്ള് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് എല്ലാം ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്ന് സമയം കളയരുത്. ആ സ്പേസ് വിടുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിരിക്കുന്നു. ഇത് ഈ രീതിയിൽ എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി പിന്നെ ചോദിച്ചൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. കൺവേർട്ട് 456.78 ബേസ് 10 ടു ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ കൺവേർഷൻ. അതായത് ഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്, ഡെസിമലിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതുപോലെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. എല്ലാ കൺവേർഷനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് വ്യക്തമായി പഠിക്കുക. ഫസ്റ്റ് വൺ ഏതാണ്? ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഇതാണ് സെക്കൻഡ് പാർട്ട്, ഇൻറ്റിജർ പാർട്ട് ഇതാണ്, ഫ്രാക്ഷണൽ പാർട്ട് ഇതാണ്. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? 2 വെച്ച് ഡിവൈഡ് ചെയ്യുക, താഴ്ന്ന് മുകളിലോട്ട് നോക്കുക. സോ നമുക്ക് വാല്യൂ കിട്ടും. 456 ബേസ് 10ന്റെ ഇൻറ്റിജർ പാർട്ടാണിത്. ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യാൻ 0.78നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ നിന്ന് താഴോട്ട് വാല്യൂസ് എടുക്കുക. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11000
0 ആയിരിക്കും. സോ അത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 456.78 ബേസ് 10നെ നമുക്ക് ഈ ബൈനറിയിലോട്ട് കിട്ടും. അപ്പോൾ ഡെസിമൽ വാല്യൂ തന്ന ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക, താഴെ നിന്ന് മുകളിലോട്ട് നോക്കുക. അതുപോലെ ഫ്രാക്ഷണൽ പാർട്ട് വന്നാൽ പോയിന്റ് ആ വാല്യൂവിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ആ വാല്യൂസ്, ഈ വാല്യൂസ് ആണ് എടുക്കേണ്ടത് കേട്ടോ, ഈ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്താണ് ഡെസിമൽ വാല്യൂവിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം, ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ എന്താ ചെയ്യുക? ഡിവൈഡ് ബൈ 456, ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. അതിന് ഇവിടെ നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്തേ? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 2 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ കിട്ടും 710 എന്ന് കിട്ടും. സോ 456 ബേസ് 10ന് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 710 ബേസ് 8 ആണ് കിട്ടുന്നത്. അതുപോലെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുക, 0.78നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ ഈ വാല്യൂസ് എടുക്കുക, 61727. ആ വാല്യൂസിനെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുക, 61727 ആയിരിക്കും അതിൻ്റെ വാല്യൂ. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 710.61727 ബേസ് 8 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇനിയുള്ളത് ഒരു ഡെസിമൽ വാല്യൂ തന്നാൽ അതിനെ ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് 16 ആണ്. അപ്പോൾ 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, 1C8 ആണ് അതിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി 0.78നെ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഹെക്സ് വാല്യൂ എഴുതുക. അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. ആൻസർ എത്രയാണ്? 1C8.C7 AE1 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കൺവേർഷൻ നോക്കി. ഒരു ഡെസിമൽ വാല്യൂ തന്ന അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു, അതിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്തു, അതിനെ ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഈ രീതിയിലാണ് 3 മാർക്കാണ് CST 203 എന്ന് പറയുന്ന സബ്ജക്ട് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ തൊട്ട് മുമ്പത്ത് ലോജിക് സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്ന ഒരു പേപ്പർ ആയിരുന്നു. ആ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ അവർ റെഫർ ചെയ്യുന്നത് ആ പേപ്പർ നോക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മസ്റ്റാണ്. പഠിച്ചോളാം. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 4. റൈറ്റ് എ 1's കോംപ്ലിമെന്റ് ആൻഡ് 2's കോംപ്ലിമെന്റ് representation of -126. -126ന്റെ 1's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനും 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനും എഴുതാനാണ്. 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും. ഓക്കെ, സോ നമുക്ക് ആദ്യമുള്ള നമ്മുടെ ഡെസിമൽ വാല്യൂ -126 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി +126നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. +126നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്കതിനെ എന്താ ചെയ്യാം? കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് പോകാം. കാരണം ഈ വാല്യൂവിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാൽക്കുലേറ്ററിലുണ്ട്. അത് നോക്കി പഠിച്ചിട്ട് പോവുക. അപ്പോൾ എളുപ്പമായിട്ട് ആൻസർ കിട്ടും. സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഡെസിമൽ വാല്യൂവിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്കതിൻ്റെ ബൈനറി വാല്യൂ കിട്ടും 111110 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇതാണ് അതിൻ്റെ ബൈനറി വാല്യൂ. +126ന്റെ ബൈനറി വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണുക. 1's കോംപ്ലിമെന്റ് ഓഫ് +126. 1's കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 0 ഉള്ളത് 1 ആക്കുക, 1 ഉള്ളത് 0 ആക്കുക, 0 ഉള്ളതെല്ലാം 1 ആക്കുക, 1 ഉള്ളതെല്ലാം 0 ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1, ബാക്കിയെല്ലാം 0. സോ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 100000001. അതിൻ്റെ 1's കോംപ്ലിമെന്റ് കിട്ടി. അതിനെ ഒന്ന് ആഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 1 വെച്ച് ആഡ് ചെയ്യുക. ആ കോഡ് നമുക്ക് ബൈനറി അഡീഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് 0 വിത്ത്
ക്യാരി 1 ആയിരിക്കും. റിസൾട്ട് 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂ ആണ് -126 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ +26നെ വൺസ് കോംപ്ലിമെന്റ് കണ്ട് 1 കൂട്ടുന്നതിനെയാണ് അതിനെ -126 എന്ന് പറയുന്നത്. ഇനി അതിൻ്റെയാണ് വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും കണ്ടുപിടിക്കേണ്ടത്. സോ വൺസ് കോംപ്ലിമെന്റ് ഓഫ് -126 ഇതിനെ വൺസ് കോംപ്ലിമെന്റ് ചെയ്യുക. 0 ഉള്ളത് 1 ആക്കുക, 1 ഉള്ളത് 0 ആക്കുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇതാണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. ടൂസ് കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. 1 + 0 1. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതുപോലെ വരും. അപ്പോൾ നമ്മൾ എഴുതണം അവസാനം വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് -126 എന്ന് പറയുന്നത് ഇതാണ്. ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് -126 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയൊരു ബോക്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ വൺസ് കോംപ്ലിമെന്റ് ടൂസ് കോംപ്ലിമെന്റ് ഒക്കെ ഒന്ന് പഠിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഏരിയ കേട്ടോ, അത് പഠിച്ചോണേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺവേർട്ട് 13AF16 ഇൻറ്റു ഒക്ടൽ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, ഒരു ബൈനറി വാല്യൂ തന്നിട്ട് അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതൊരു 6 മാർക്കിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഹെക്സിനെ നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഹെക്സ് വാല്യൂവിനെ നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? ഹെക്സിനെ ബൈനറി ആക്കി മാറ്റുക, ബൈനറിനെ ഒക്ടലാക്കി മാറ്റുക. വാല്യൂം അതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂസുമാണ്. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ 13AF ആണ്. ഓക്കെ, സോ 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 001 ആണ്. 3യുടെ വാല്യൂ 0011 ആണ്. എയുടെ വാല്യൂ 1010 ആണ്. എയുടെ വാല്യൂ 1010. എഫിന്റെ വാല്യൂ 111 ആണ്. 4 1s ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ഹെക്സിലോട്ട് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എങ്ങോട്ട് വേണം? ഒക്ടലിലോട്ട് മാറ്റണം. ഒക്ടലിലോട്ട് മാറ്റാനാണെങ്കിൽ ലാസ്റ്റ് നിന്ന് 3 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ലാസ്റ്റ് നിന്ന് 3 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 111 അത് ഫസ്റ്റ് ഗ്രൂപ്പ്, അത് എഴുതി. ഇത് അടുത്ത ഗ്രൂപ്പ് എഴുതി. 01 3 ഗ്രൂപ്പുകളായിട്ട് എഴുതി. 001 എഴുതി. 001 അത് എഴുതി. ഇവിടെ 0 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 2 0 നമുക്ക് ആഡ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് വരുന്നത്. ഇനി അതിനെയാണ് കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ ആയിട്ട് എഴുതുന്നത്. 111ന്റെ വാല്യൂ 7 ആണ്. 1015 1106 ആണ്. 001 എന്ന് പറയുന്നത് 1 ആണ്. 001 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നമ്മൾ 0 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ്? ഇവിടെ നിന്നിട്ട് എഴുതിയാലും മതി. 111657 ബേസ് 8 ആണ്. സോ അതിന്റെ 16 അതിന്റെ ബേസ് വാല്യൂ 8 ഉള്ളത് കൺവേർട്ട് ചെയ്ത് ഈ രീതിയിൽ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ബൈനറി വാല്യൂ തന്നിട്ടുണ്ട്, അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇതും സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. എന്താണ്? ഇവിടെ നമുക്ക് 2⁻0 2⁻1 അങ്ങനെ പോവും. 2⁻−1 2⁻−2 2⁻−3 എന്ന രീതിയിൽ പോവും. സോ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഇവിടെ നോക്കുക, അതുപോലെ എഴുതി. ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഇതാണ് സെക്കൻഡ് പാർട്ട്. 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻2 പ്ലസ് 0 × 2⁻3 പ്ലസ് 1 × 2⁻4 പ്ലസ് 1 × 2⁻5 0 പ്ലസ് 0 × 2⁻6 പ്ലസ് 1 × 2⁻7 അതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതുപോലെ 1 × 2⁻−1 പ്ലസ് 0 × 2⁻−2 പ്ലസ് 1 × 2⁻−3 അതും എഴുതുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 181.625 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അങ്ങനെയാണ് ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ എക്സാമിന് ചോദിക്കാം. ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട് മാറ്റി എക്സിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ബൈനറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതുപോലെ ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ബൈനറി
സബ്സ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണുള്ളത്. എന്താണ്? ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് നമ്പർ ടു ബി സബ്സ്ട്രാക്റ്റഡ്. എ മൈനസ് ബി ആണെങ്കിൽ ബിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുക. പെർഫോം ദ അഡിഷൻ. ആഡ് ഫസ്റ്റ് നമ്പർ ആൻഡ് ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് സബ്സ്ട്രാഹൻഡ്. ആദ്യത്തെ നമ്പറും ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്ത് എക്സ് ആണെങ്കിൽ എ പ്ലസ് എക്സ് വെച്ച് ആഡ് ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ്, ആഡ് ദ ക്യാരി വിത്ത് റിസൾട്ട്. ഇഫ് ദർ ഇസ് നോ ക്യാരി, ടേക്ക് ദ ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് സം ആൻഡ് അസൈൻ നെഗറ്റീവ് സൈൻ. ആ വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്, അഡീഷന്, അതുപോലെ സബ്സ്ട്രാക്ഷനൊക്കെ ഒന്ന് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യം സ്റ്റെപ്പ് എഴുതുക, എന്നിട്ടാണ് ക്വസ്റ്റ്യൻ. ഇതാണ് എ എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇതാണ് ബി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, 1 0 1 0 1 മൈനസ് 0 1 0 1 1 എന്ന് പറയുന്ന വാല്യൂ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എ നമ്മൾ അതുപോലെ എഴുതി. പിന്നെ നമുക്ക് ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത്. ബിയുടെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എഴുതി. ഓക്കെ, പിന്നെ അവ തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ടേക്ക് ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് സബ്സ്ട്രാഹൻഡ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആഡ് എ ആൻഡ് ദിസ് വാല്യൂ. ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരി ഉണ്ടെങ്കിൽ അത് റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെൻ്റ് എടുത്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇതിൽ ക്യാരി ആഡ് ചെയ്തുകൊണ്ട് ഇതങ്ങനെ ഇറക്കി എഴുതി. ഈ 1 ക്യാരീൻ്റെ കൂടെ ആഡ് ചെയ്തു. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 1 0 1 0 ആയിരിക്കും അതിൻ്റെ ആൻസർ. ബൈനറി സബ്സ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ്. ദെൻ ബൈനറി സബ്സ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ്. അതിൻ്റെ സ്റ്റെപ്പുകളും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് നമ്പർ ടു ബി സബ്സ്ട്രാഹൻഡ്. എ മൈനസ് ബി ആണെങ്കിൽ ബിയുടെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക, അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. പെർഫോം അഡിഷൻ. ആഡ് ഫസ്റ്റ് നമ്പർ ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് സബ്സ്ട്രാഹൻഡ്. എ പ്ലസ് എക്സ് ചെയ്യുക. അതിൻ്റെ റിസൾട്ടിൽ ക്യാരി വരികയാണെങ്കിൽ ക്യാരി മൈൻഡ് ചെയ്യേണ്ട, ഡിസ്കാർഡ് ചെയ്യുക. ക്യാരി ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ ക്യാരി, ടേക്ക് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് സം ആൻഡ് അസൈൻ നെഗറ്റീവ് സൈൻ. സോ ഇതാണ് രണ്ട് വാല്യൂസ്. എ എന്ന് പറയുന്ന വാല്യൂ ഇതാണ്, ബി എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഈ രണ്ടാമത്തെ വാല്യൂവിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക. വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടി. അതിനുശേഷം ഈ വാല്യൂവിനെ എ വെച്ച് ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടി. ഇവിടെ ക്യാരി വരുന്നുണ്ട്. ക്യാരി ഉണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാനാണ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ്, ഡിസ്കാർഡ് ദ ക്യാരി. ക്യാരി ഡിസ്കാർഡ് ചെയ്യുക. ക്യാരി ഉള്ളതുകൊണ്ട് ചെയ്യുക. ക്യാരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദർ ഇസ് നോ ക്യാരി, ടേക്ക് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് സം ആൻഡ് അസൈൻ നെഗറ്റീവ്. ക്യാരി ഇല്ലെങ്കിൽ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ഒന്ന് കാണുക. വൺസ് കോംപ്ലിമെൻറ്റ് കഴിഞ്ഞിട്ട് 1 ആഡ് ചെയ്യുക. എന്നിട്ട് നെഗറ്റീവ് സൈൻ അസൈൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു, അതിൻ്റെ 1 ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഓർ സൈൻഡ് ഇൻഡിജർ. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു വാല്യൂ തന്നിട്ട് അത് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറയും. വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറയും. ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറയും. പോസിറ്റീവ് നമ്പേഴ്സ് +51 പ്ലസ് ആണ് വരുന്നത്. പോസിറ്റീവ് നമ്പേഴ്സ്, ദ റെപ്രസെൻറ്റേഷൻ ഈസ് സെയിം ഫോർ 3 എബോവ് റെപ്രസെൻറ്റേഷൻ. +51 ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ 3 എണ്ണത്തിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമും വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമും സെയിം ആയിരിക്കും. അതേസമയം മൈനസ് ആണ് വരുന്നതെങ്കിൽ 3ഉം ഡിഫറൻ്റ് ആയിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സ് റെപ്രസെൻറ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഓൾ 3 എബോവ് റെപ്രസെൻറ്റേഷൻ. പ്ലസ് ആണെങ്കിൽ ഒരേ ആൻസർ തന്നെ 3 എണ്ണത്തിൽ വരും. മൈനസ് ആണെങ്കിൽ 3 എണ്ണത്തിൻ്റെ ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റിനിലോട്ട് കിടക്കാം. ഇതാണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 8.
represent +51 and -51 in 2's complement and 1's complement method. ഓക്കെ, സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 51 നമുക്ക് ഡിവൈഡ് ചെയ്ത് 51 ഡിവൈഡ് ബൈ 2 ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, താഴ്ന്ന് മുകളിലോട്ട് നോക്കുക. സോ അതിന് വാല്യൂ കിട്ടുന്നതായിരിക്കും 51ന്റെ വാല്യൂ എന്ന് പറയുന്നത് 110011 ആയിരിക്കും. സോ 51നെ നമ്മൾ എന്ത് ചെയ്തു, 51നെ നമ്മൾ ബൈനറിയിലോട്ട് എഴുതി. അതാണ് ഇത്ര ഇരിക്കുന്നത്. +51നെ ബൈനറിയിലോട്ട് എഴുതി. അതിൻ്റെ കൂടെ സൈൻ ബിറ്റ് ആഡ് ചെയ്യുകയാണ്. 0 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 0 സൈൻ ബിറ്റ് ആയിട്ട് ആഡ് ചെയ്യുകയാണ്. അതാണ് സൈൻ ബിറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ +51ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം അത് തന്നെയായിരിക്കും. അതുപോലെ 2's കോംപ്ലിമെന്റ് ഫോമും അതുപോലെ ആയിരിക്കും. 1's കോംപ്ലിമെന്റ് ഫോമും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ തന്നെ 3 എണ്ണത്തിൽ അതുപോലെ ഇറക്കി എഴുതുക. അങ്ങനെ ചെയ്താൽ അത് ആൻസർ കിട്ടി. ഇനി -51 നമ്മൾ അതുപോലെ എഴുതി. ഓക്കെ, അതിൻ്റെ കൂടെ സൈൻ ബിറ്റ് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് സൈൻ ബിറ്റ് 1 ആഡ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി, ആ വാല്യൂ ആണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. അതാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ഇനി നമുക്ക് 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റ് ഫോമിലും എഴുതണം. ഈ വാല്യൂവിനെ മാറ്റുന്നു. ഇവിടെ സൈൻ ബിറ്റിന് ചേഞ്ചസ് വരുത്തുന്നുള്ള ബാക്കിയെല്ലാം മാറ്റുന്നു. 1's കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 ഉള്ളത് 0 ആക്കുക, 0 ഉള്ളത് 1 ആക്കുക. ഇവിടെ 0 0 1 1 0 0 ആയിരിക്കും. ഇനി 2's കോംപ്ലിമെന്റ് കാണാനോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. സൈൻ ബിറ്റിന് ചേഞ്ച് വരുന്നില്ല, ബാക്കിയുള്ളതിനാണ് ചേഞ്ച് വരുന്നത്. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 0 1 1 0 1 കിട്ടും. അപ്പം -51ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ഇതാണ്, അതിൻ്റെ 1's കോംപ്ലിമെന്റ് ഫോം ഇതാണ്, അതിൻ്റെ 2's കോംപ്ലിമെന്റ് ഫോം ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു വാല്യൂ തന്നിട്ട് 3 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, 1's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. പ്ലസ് ആണ് വരുന്നെങ്കിൽ 3ന്റെയും ആൻസർ 1 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്താൽ മതി. മൈനസ് ആകുമ്പോൾ 3ന്റെയും വാല്യൂ ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ 1 സൈൻ ബിറ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആഡ് -75 to +26 യൂസിങ് 8-bit 2's കോംപ്ലിമെന്റ് അരിതമെറ്റിക്. ബൈനറി അരിതമെറ്റിക്കിൽ വരുന്നതാണ്. -75 + 26 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കണം. -75 + 26. അപ്പോൾ പ്ലസ് ആണ് നോർമൽ, എല്ലാ വാല്യൂം സെയിം ആണ് വരിക. അപ്പോൾ നമുക്ക് -75 എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കതിനെ +75നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1001011 എന്നുള്ള വാല്യൂ. അതിൻ്റെ കൂടെ നമ്മുടെ സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. അത് പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ 0 ആഡ് ചെയ്തു. അതിനെ -75 ആക്കാൻ വേണ്ടി ഒരു 1 ആഡ് ചെയ്തു. ഓക്കെ, ബാക്കി അതുപോലെ നമ്മൾ ഇറക്കി എഴുതി. അപ്പോൾ ആദ്യത്തെയാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ഇതാണ് അതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ഇനി അതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണാനാണെങ്കിൽ ഈ 1 ഉള്ളതെല്ലാം 0 ആക്കുക, 0 ഉള്ളതെല്ലാം 1 ആക്കുക. ഇതാണ് 1's കോംപ്ലിമെന്റ് ഫോം. സൈൻ ബിറ്റിന് ചേഞ്ച് വരുന്നില്ല. അതിൻ്റെ 2's കോംപ്ലിമെന്റ് കാണാനാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം എന്തായിരുന്നു, -75 + 26 യൂസിങ് 8-bit 2's കോംപ്ലിമെന്റ് അരിതമെറ്റിക് ആണ്. 8 ബിറ്റ് മൊത്തം 8 ബിറ്റ് ഉണ്ടായിരിക്കണം. 2's കോംപ്ലിമെന്റ് അരിതമെറ്റിക് ആണ്. അപ്പോൾ നമുക്ക് -75ന്റെ 2's കോംപ്ലിമെന്റ് കിട്ടി. ഇതാണ് -75ന്റെ 2's കോംപ്ലിമെന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, +26ന്റെ 2's കോംപ്ലിമെന്റ് വാല്യൂ കൂടി വേണം. അത് 3 കേസിലും +26 ആയതുകൊണ്ട് 1 തന്നെ ആയിരിക്കും. സോ -75 എഴുതി, +26ന്റെ വാല്യൂ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ 0, ഇത് മൈനസ് ആയതുകൊണ്ട് ഇവിടെ 1. 26ന്റെ എല്ലാ ബൈനറി വാല്യൂസും എഴുതി. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ഈ രണ്ട് വാല്യൂസും. കാരണം +26ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡും 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് ഫോമും ഒന്ന് തന്നെയാണ്. ഇവ തമ്മിൽ ആഡ് ചെയ്യുക, ബൈനറി അഡീഷൻ ചെയ്യുക. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്.
100 11 11 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഈ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് ചോദിക്കുന്നതാണ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷന് സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റും ഉണ്ട്, അതുപോലെ ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റും ഉണ്ട്. സിംഗിൾ ബിറ്റ് പ്രിസിഷൻ ഫോർമാറ്റിനെ തന്നെ പറയുന്നതാണ് IEEE 754 ഫോർമാറ്റ് എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിക്കാം. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈൻ ബിറ്റ് ആണ്, പിന്നെ എക്സ്പോണന്റ് ആണ്, പിന്നെ മാൻഡിസ് ആണ്. സൈൻ ബിറ്റ്, എക്സ്പോണന്റ്, മാൻഡിസ. അതിൽ സൈൻ ബിറ്റ് 1 ബിറ്റ് ആണ്, എക്സ്പോണന്റ് 8 ബിറ്റ് ആണ്, മാൻഡിസ 23 ബിറ്റ് ആണ്. അത് അങ്ങനെ തന്നെ പഠിക്കണം, കാരണം ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. 1 + 8 + 23, അങ്ങനെ ടോട്ടൽ 32 ബിറ്റ് ആണ് സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റിൽ വരുന്നത്. ഇനി ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ് ആകുമ്പോൾ അതിൻ്റെ ഈ ഫോർമാറ്റാണ് മാറുന്നത്. സൈൻ ബിറ്റ് 1 ബിറ്റ് ആണ്, എക്സ്പോണന്റ് 11 ബിറ്റ് ആണ്. ഇവിടെ എക്സ്പോണന്റ് എത്രയായിരുന്നു? 8 ബിറ്റ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 11 ബിറ്റ് ആണ്. മാൻഡിസ എന്ന് പറയുന്നത് 52 ബിറ്റ് ആണ്. മൊത്തം വരുന്നത് 64 ആണ്. ഇവിടെ 32 ആയിരുന്നു സിംഗിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ, ഡബിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് വാല്യൂ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട ഈ 2 ഇക്വേഷൻ കൂടി പഠിക്കണം. സിംഗിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ 1.n × 2⁻e - 127 അത് പഠിക്കണം. ഡബിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ 1.n × 2⁻e - 1023 എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം വന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: പ്രസന്റ് 1259.125 base 10 ഇൻ സിംഗിൾ ആൻഡ് ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. തന്നിരിക്കുന്ന വാല്യൂവിനെ സിംഗിൾ ആൻഡ് ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഇതാണ് സെക്കൻഡ് പാർട്ട്. ആ ഡെസിമലിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 1259നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ അതിൻ്റെ വാല്യൂ വരുന്നത് ഇതായിരിക്കും 100. ഈ വാല്യൂ ആയിരിക്കും അത് വരിക. 0.125നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 001 ആയിരിക്കും അതിൻ്റെ വാല്യൂ. സോ അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ രീതിയിൽ സ്റ്റെപ്പ് ചെയ്തും ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കാൽക്കുലേറ്ററിൽ നമുക്ക് അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കുക. ഇനി നമുക്ക് ഈ വാല്യൂവിനെ നമുക്ക് നോർമലൈസ് ചെയ്യണം, അതായത് നമ്മുടെ ഇക്വേഷൻ രൂപത്തിലോട്ട് ആക്കണം. അതായത് സിംഗിൾ പ്രിസിഷനും ഡബിൾ പ്രിസിഷനും ഉണ്ട്, ഈ ഇക്വേഷൻ്റെ രൂപത്തിലോട്ട് ആക്കണം. കാരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 1 പോയിന്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറ്റുക. ഇവിടെ എന്തോരും 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ട് വേണം. അപ്പോൾ നമുക്ക് എന്തുവരും? നോർമലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ 1 പോയിന്റ് ദാറ്റ് വാല്യൂ ഇൻറ്റു 10, ആ വാല്യൂ ഇൻറ്റു 10 ആയിരിക്കും നമ്മുടെ വരുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ തരുന്നു 1.n × e⁻ - 127. ആ e⁻ - 127ൻ്റെ ഭാഗത്ത് കിടക്കുന്നതാണ് ഇവിടെ 10 എന്ന് പറയുന്ന വാല്യൂ. ഈ വാല്യൂ കിട്ടി അതിനെ നോർമലൈസ് എഴുതാൻ വേണ്ടി ഈ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ സിംഗിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്കിതിനെ e⁻ - 127 എന്ന് പറയുന്നത് 10 ആണ്. സോ ഈ എന്ന് പറയുന്നത് എന്താണ്? 127നെ അങ്ങോട്ട് കൊണ്ടുപോവുക. 10 + 127 137 ആയിരിക്കും. 137. കൺവേർട്ട് 137 ഇൻറ്റു ബൈനറി. അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1001001 ബേസ് 2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൽ വരുന്നത് അതിൻ്റെ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 1000 എന്ന് പറയുന്നതാണ് നമ്മുടെ 8 ബിറ്റ് ആയിട്ടുള്ള എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാൻഡിസയാണ് 23 മാൻഡിസയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സൈൻ ബിറ്റ് 0, എക്സ്പോണൻറ്റ് 8 ബിറ്റ് ആണ്. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം വരുന്നത് മാൻഡിസ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് എത്രയാണോ അത് അതുപോലെ എഴുതുക. അതിനുശേഷം വരുന്നതെല്ലാം 0 വെച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുക.
സൈൻ ബിറ്റ് വരാൻ കാരണം എന്താണ്? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ട് സൈൻ ബിറ്റ് വന്നു. എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ വാല്യൂ നമ്മൾ എഴുതി, ഈ എക്സ്പോണൻ്റ് കിട്ടിയ വാല്യൂ എഴുതി. ബാക്കിയുള്ള ഈ വാല്യൂസ് ഇങ്ങോട്ട് എഴുതി. 0 0 1 1 കുറച്ച് വ്യത്യാസമുണ്ട്. 1 1 0 1 ആ വാല്യൂ അങ്ങോട്ട് എഴുതുക. ബാക്കിയുള്ളത് 23 ആവുന്നത് വരെ ഫില്ല് ചെയ്യുക, 0 വെച്ച് ഫില്ല് ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി ദിസ്. 0 എക്സ്പോണൻ്റ് എഴുതി, ബാക്കിയുള്ള വാല്യൂസ് അവിടെ എഴുതി. അതിനുശേഷം വരുന്നത് 23 ബിറ്റാണ് മാൻഡിസ വേണ്ടത്. ബാക്കിയുള്ള വാല്യൂസ് നമ്മുടെ സീറോസ് വെച്ച് ഫില്ല് ചെയ്യുക. ഇനി ഇപ്പോൾ സിംഗിൾ പ്രിസിഷൻ ആണ് കഴിഞ്ഞ് ഡബിൾ പ്രിസിഷൻ്റെ ഇക്വേഷൻ ആയിരുന്നു 1.n ഇൻറ്റു 2 - (1023). ഈ വാല്യൂ കിടക്കുന്നത് (-1023) ആണ്. സോ ദിസ് വിൽ ബി ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെൻഡ് വാല്യൂ എന്ന് പറയുന്നത് 1033 ആണ്. അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഇത് കിട്ടും. സോ സൈൻ ബിറ്റ് 0, എക്സ്പോണൻറ്റ് ഈ വാല്യൂ എഴുതി, പിന്നെ വരുന്ന വാല്യൂസ് ഇവിടെ എഴുതി. ഡബിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ മാൻഡിസ 52 ആണ്. അപ്പോൾ 10 ഇവിടെ വരെ എഴുതുക, ബാക്കി നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക, ബാക്കി അത് 0 വെച്ച് ഫില്ല് ചെയ്യുക. മൊത്തം 52 ബിറ്റ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 52 + 8 + 1, അപ്പോൾ നമുക്കൊരു 52 + 11 + 1 64 ബിറ്റാണ് ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ് വേണ്ടത്. അതെങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, സോ നമുക്കതൊന്ന് ഓടിച്ച് പറയുകയാണ്. ലോജിക് ലെവൽസ്, അതായത് പുതിയ ടോപ്പിക് ആഡ് ചെയ്തതെന്ന് തിയറി ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ലോജിക് ലെവൽ എന്ന് പറയുന്നത് 2 പോസിറ്റീവ് ലോജിക്ക് ആൻഡ് നെഗറ്റീവ് ലോജിക്. ലോജിക്ക് ലെവൽസ് എന്ന് പറയുന്നത് ഹൈയും ഉണ്ട്, അതുപോലെ ലോയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ത്രെഷോൾഡ് വെക്കുകയാണ്. ലോജിക് ഹൈ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സിഗ്നൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇതാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സിഗ്നൽ വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് ലോജിക് ഹൈ ആണ്. സിഗ്നൽ വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ ലോ ആണെങ്കിൽ അത് ലോജിക് ലോ ആണ്. പോസിറ്റീവ് ലോജിക് ഉണ്ട്, നെഗറ്റീവ് ലോജിക് ഉണ്ട്. പോസിറ്റീവ് ലോജിക് എന്ന് പറയുമ്പോൾ ലോ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഹൈ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് ലോജിക്കിൽ എന്താ സംഭവിക്കുന്നത്? ഹൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ലോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ്. സാധാരണ രീതിയിൽ എന്താണ്? ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത് ഏതിൻ്റെ കേസിലാണ്? പോസിറ്റീവ് ലോജിക്കിൻ്റെ കേസിലാണ്. പോസിറ്റീവ് ലോജിക്കിൽ. നെഗറ്റീവ് ലോജിക് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ലോ എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും, ഹൈ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് DC സ്പെസിഫിക്കേഷൻസ്, അതിൽ നമുക്ക് ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചോണം കേട്ടോ. ഈ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നോയ്സ് മാർജിൻ, ഹൈ നോയ്സ് മാർജിനെയാണ് NMH എന്ന് പറയുന്നത്. അത് വെച്ചാണ് പ്രോബ്ലം ചോദിക്കുക. NMH = VOH minimum - VIH minimum. ഇമ്പോർട്ടൻറ്റ്. നോയ്സ് മാർജിൻ ലോ NML, ദാറ്റ് ഈസ് VIL max - VOL max. ഈ 2 ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചോദിക്കും, അതുപോലെ തിയറി പാർട്ടും ചോദിക്കും. പിന്നെ HDL അബ്സ്ട്രാക്ഷൻ. ഓക്കെ, HDL അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? HDLs were originally defined to be able to model behavior of multiple levels of abstraction. Abstraction is important concept in engineering design because it allows us to specify how systems will operate without getting consumed prematurely with implementation details. By removing the details of the lower level implementation, simulation can be conducted in reasonable amount of time to model the high level functionality. അതായത് HDL അബ്സ്ട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു വീട് പണിയാൻ പോവാണ്. വീടിൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? നമുക്ക് അതിൻ്റെ ലേ ഔട്ട് വേണം, അതിന് വല്ല ഇഷ്ടിക, സിമെൻറ്റ്, അതിൻ്റെ ബേസ്മെൻറ്റ് വേണം. അങ്ങനെ ഓരോ ലെവൽസ് ആയിട്ടാണ് ചെയ്തു പോകുന്നത്.
ആ ലെവൽസ് പോലെ തന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് ആണ് വരുന്നത്. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ എന്ന് പറയുന്നത് സിസ്റ്റം ലെവൽ, അൽഗോരിതം ലെവൽ, രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവൽ, ഗേറ്റ് ലെവൽ, സർക്യൂട്ട് ലെവൽ ആൻഡ് മെറ്റീരിയൽ ലെവൽ. ഓക്കെ, ഇവിടെ നിന്നാണ് HDL അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഹൈ ലെവലിലോട്ട് പോകും. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അന്ന് ലോ ലെവൽ ഫോർമാറ്റിലോട്ടാണ് പോകുന്നത്. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ലെവൽസ് ആണ് HDL അബ്സ്ട്രാക്ഷനിലോട്ട് പോകുന്നത്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ ശ്രദ്ധിക്കേണ്ടത്? ആ ഡിസൈൻ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം കൺസ്യൂം ചെയ്യാനും പറ്റും. അതുപോലെ അത് എഫക്റ്റീവായിട്ട് നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് HDL അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ലെവൽ ഓഫ് HDL അബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. സിസ്റ്റം ലെവൽ, അൽഗോരിതം ലെവൽ, രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവൽ, ഗേറ്റ് ലെവൽ, സർക്യൂട്ട് ലെവൽ ആൻഡ് മെറ്റീരിയൽ ലെവൽ. അതൊരു എസ്സേ ആയിട്ടും ചോദിക്കും, അതുപോലെ 3 മാർക്കിനും ചോദിക്കും. പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് വെരിലോഗ് ആണ്. വെരിലോഗിൽ നമുക്ക് എന്തായാലും ഒരു കോഡ് എഴുതാൻ ചോദിക്കും. ഒരു നോട്ട് ഗേറ്റിൻ്റെയോ ആൻഡ് ഗേറ്റിൻ്റെയോ എക്സോറോ എക്സ്നോറിൻ്റെയോ ഒരു കോഡ് എഴുതാനായിട്ട് എന്തായാലും വെരിലോഗിൽ ചോദിക്കും. അത് വളരെ എളുപ്പമാണ്. കാണുമ്പോൾ വെരിലോഗ് ടഫായിട്ട് തോന്നെങ്കിലും അത് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലൊരു 3 മാർക്കിന് ചോദിക്കാൻ ഡാറ്റ ടൈപ്പ് ചോദിക്കാം, മൊഡ്യൂൾ എന്താണെന്ന് ചോദിക്കാം, അതുപോലെ ഓപ്പറേറ്റേഴ്സ് ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ, ഡാറ്റ ടൈപ്പ് ആൻഡ് മൊഡ്യൂൾസ്. ഇത് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേറ്റേഴ്സ് വരുന്നത് അരിതമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, ഇക്വിറ്റി ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആൻഡ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അതും പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. പിന്നെ ഇതാണ് എക്സാമിന് ചോദിക്കുക കേട്ടോ. വെരിലോഗ് കോഡ് ഫോർ ഓർ ഗേറ്റ് യൂസിങ് ഗേറ്റ് ലെവൽ മോഡലിംഗ്. ഗേറ്റ് ലെവൽ മോഡലിംഗ്, ഡാറ്റ ഫ്ലോ മോഡലിംഗ്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് ആണ് വരുന്നത്, എയും ബിയും. ഔട്ട്പുട്ട് വരുന്നത് y=a+b എന്നുള്ള രീതിയിലാണ്. സോ ഇതിൻ്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണെങ്കിൽ ഏതൊക്കെ ഇൻപുട്ടാണ് ഏതൊക്കെ ഔട്ട്പുട്ടാണെന്ന രീതിയിലാണ് വരുന്നത്. സോ ഇത് എഴുതേണ്ട രീതി എന്ന് പറയുന്നത് മൊഡ്യൂൾ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുക. മൊഡ്യൂൾ ഓർ 2 ഗേറ്റ് ലെവൽ. ഓർ എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ടാണ് ഉള്ളത്, അതാണ് ഉദ്ദേശിച്ചത്. 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. അതിന് സ്പേസ് ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് അണ്ടർസ്കോർ വെച്ചിരിക്കുന്നത്. ഓർ ഒരുമിച്ച് എഴുതാം, ഓർ 2 ഗേറ്റ് ലെവൽ. പിന്നെ ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ആണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയുമാണ്. അത് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ്? ഓർ ഗേറ്റ് ആണ്. ഓറിന് ഓർന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓർ ആദ്യം ഔട്ട്പുട്ടാണ് y, ഇൻപുട്ടുകളായിട്ടുള്ള a, b, സെമി കോളൻ, മൊഡ്യൂള് എൻഡ് ചെയ്യുക, എൻഡ് മൊഡ്യൂൾ. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് ഇങ്ങനെയാണ്. നമ്മളെല്ലാ ഗേറ്റിൻ്റെയും മോഡലിംഗ് ഒക്കെ നമ്മുടെ ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ കാണുക. ഇനി വെരിലോഗ് കോഡ് ഫോർ ഓർ ഗേറ്റ് യൂസിങ് ഡാറ്റ ഫ്ലോ മോഡലിംഗ്. ഡാറ്റ ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനെ ഉദ്ദേശിച്ചിട്ടാണ് അതിനെ നമ്മൾ എഴുതുക. y=a+b. നമ്മുടെ ഗേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഏതാണ്? എത്ര ഇൻപുട്ടാണ്, ഓരോ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ. ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് മൊഡ്യൂൾ ഓർ 2 ഡാറ്റ ഫ്ലോ മോഡലിംഗ്, ഔട്ട്പുട്ട് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തു. ഔട്ട്പുട്ട് y ആണ്, ഇൻപുട്ട് a, b ആണ്, സെമി കോളൻ. അസൈൻ, ആ കീവേഡ് ആണ് യൂസ് ചെയ്യുക. അസൈൻ y=a or b. y=a, ഇതിനെ നമ്മൾ ഓർ ബി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. a or b, സെമി കോളൻ, എൻഡ് മൊഡ്യൂൾ. ഇത്രയുമാണ് ഓർ ഗേറ്റ് യൂസിങ് ഡാറ്റ ഫ്ലോ മോഡലിംഗ് വരുന്നത്. പിന്നെയുള്ളത് നാൻഡ് ഗേറ്റ് ആണ്. വെരിലോഗ് കോഡ് ഫോർ നാൻഡ് ഗേറ്റ് യൂസിങ് ഗേറ്റ് ലെവൽ മോഡലിംഗ്. ഇവിടെ ഇൻപുട്ട് വരുന്ന ഏതാണ്? എയും ബിയും ആണ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് ആൻഡിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നാൻഡ് ഗേറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ മിഡിൽ ഒരു വയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരും. വയർ, ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി. സോ y എന്ന് പറയുന്നത് നാൻഡ് അല്ലേ, y ആണ് വന്നിരിക്കുന്നത്. a × b ആണ്. സോ നമുക്കിത് ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മൊഡ്യൂൾ നാൻഡ് 2 ഇൻപുട്ട് ഗേറ്റ് ലെവൽ മോഡലിംഗ്
ഔട്ട്പുട്ട് വൈ എഴുതി, ഇൻപുട്ട് ഏതൊക്കെയാണ് എ കോമ ബി ആണ്, സെമി കോളൻ. വയർ എന്ന് പറയുന്നത് വൈ ഡി, ഇതാണ് വയർ, അതിനെയാണ് വൈ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. വയർ എന്ന് തന്നെ എഴുതുക, ഇതാണ് കീവേഡ് കേട്ടോ. വയർ ഉപയോഗിക്കുന്നുണ്ട്, വയർ വൈ ഡി സെമി കോളൻ. പിന്നെ ആൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് ആദ്യം എഴുതേണ്ടത്. ഇതാണ് ഔട്ട്പുട്ട്. ആദ്യത്തെ ഗേറ്റ് ആൻഡ് ഗേറ്റ് അല്ലേ, ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് വൈ ഡി കോമ ഇൻപുട്ട് വന്നിരിക്കുന്ന എയും ബിയുമാണ്, സെമി കോളൻ. രണ്ടാമത്തെ ഗേറ്റ് വന്നിരിക്കുന്നത് നോട്ടാണ്. നോട്ടിന്റെ ഔട്ട്പുട്ട് വരുന്നത് വൈ ആണ്, ഇൻപുട്ട് വരുന്നത് വൈ ഡി ആണ്. ഔട്ട്പുട്ട് വരുന്നത് വൈ ആണ്, ഇൻപുട്ട് വരുന്നത് വൈ ഡി ആണ്, സെമി കോളൻ. എൻഡ് മൊഡ്യൂൾ ചെയ്യുക. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ഗേറ്റ് ലെവൽ കോഡ് ഫോർ നാൻഡ് ഗേറ്റ്. ഇങ്ങനത്തെയാണ് ബാക്കിയുള്ള എന്ത് ഗേറ്റ് വന്നാലും ഈ രീതിയിലാണ് വെരിലോഗ് കോഡ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വെരിലോഗ് കോഡിന്ന് എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ വണ്ണിലെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങൾ മൊഡ്യൂൾ 1 എടുക്കുമ്പോൾ നമ്പർ സിസ്റ്റം കൺവേർഷൻ തറവായിട്ട് പഠിച്ചിട്ട് പോവുക. അവിടുന്ന് 3 മാർക്കും കിട്ടും, 9 മാർക്കും കിട്ടും. ഓക്കെ, മനസ്സിലാവുണ്ടോ? ആ മാർക്ക് എന്തായാലും വാങ്ങിക്കുക. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? 9 മാറും 15 മാർക്കാണ് ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നത്. 15 മാർക്കാണ് മൊഡ്യൂൾ 1 നമുക്ക് സ്കോർ ചെയ്യാനുള്ളത്. അപ്പോൾ 9 മാർക്ക് കൺവേർഷൻ, മറ്റേ നമ്പർ സിസ്റ്റം കൺവേർഷൻ എന്തായാലും പഠിക്കുക. പിന്നെ നമ്മുടെ വെരിലോഗ് കോഡ് എന്തായാലും പഠിക്കുക. ഒരു കോഡ് മസ്റ്റായും വെരിലോഗ് എന്ന മൊഡ്യൂൾ 1 ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലേ, HDL അബ്സ്ട്രാക്ഷൻ എന്താണ്, ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ എന്താണ്, നമ്പർ തന്ന കൺവേർഷൻ എങ്ങനെയാണ്, ഡിമോർഗൻസ് ലോ ഇവിടെയും വരുന്നുണ്ട്, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലും വരുന്നുണ്ട്. ഡിമോർഗൻസ് ലോ പഠിച്ചു വയ്ക്കുക, ബഫർ പഠിക്കുക. അങ്ങനെ നമ്മൾ 3 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരുന്നില്ലേ, അതൊക്കെ പഠിക്കുക. ഫ്ലോട്ടിംഗ് പോയിന്റ്, സൈൻഡ് നമ്പർ, അൺസൈൻഡ് നമ്പർ ഒക്കെ ഒന്ന് ഓടിച്ച് കാര്യങ്ങൾ നോക്കി കറക്റ്റായിട്ട് പേപ്പർ നല്ല വൃത്തിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂൾ 1 എന്നുള്ള മാർക്ക് കിട്ടും. ഒന്നും കൊണ്ടും പേടിക്കേണ്ട, കോൺഫിഡൻസോടെ എക്സാം എഴുതുക, നല്ല രീതിയിൽ എഴുതുക. നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് പാസ്സാവും. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.